ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ജീനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പാർട്ടി വ്ളോഗായിട്ടാണ്. അതായത് മോൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കോളേജിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ മുമ്പേ അറിഞ്ഞതുകൊണ്ട് തന്നെ 2-3 ദിവസം മുമ്പ് പോയിട്ട് ക്യാരറ്റ്, ക്യാപ്സിക്കം, അതുപോലെ തന്നെ പച്ചമുളക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി കഴുകി മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി തുടച്ച് ബോക്സുകളിലാക്കി വെച്ചു കേട്ടോ. പിന്നെ തലേ ദിവസം തന്നെ ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫിനുള്ള ഉള്ളിയും പച്ചമുളകും എന്തൊക്കെ അരിഞ്ഞ് ബീഫൊന്ന് വേവിച്ച് വെക്കുകയാണ്. കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ എക്സ്ട്രാ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം അന്നേ ദിവസം രാവിലെ നമ്മൾ ചിക്കൻ ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള സവോളയും തക്കാളിയൊക്കെ വഴറ്റുകയാണ്. അതിൻ്റെ എല്ലാ വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ള കാരണം ഡീറ്റെയിൽ വീഡിയോ ഒന്നുമില്ല. എന്താണ് ഒരു പാർട്ടി ഐഡിയ എന്നുള്ളത് അപ്പോൾ നമുക്ക് കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാമെന്ന് വെച്ചു. പിന്നെ ഇതാ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുണ്ട്. നോൺ വെജൊക്കെ തവണ ലുലു എന്നാണ് വാങ്ങിയത്. പിന്നെ ബട്ടർ ചിക്കനിലേക്കുള്ള സവോളയും അതുപോലെ തന്നെ ബേ ലീഫൊക്കെ അരിഞ്ഞ് വെച്ചു. പിന്നെ ഇത് നമുക്ക് പനീർ സ്റ്റാർട്ടറായിട്ട് പനീർ ടിക്കിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. പനീർ ക്യാപ്സിക്കം സവോളയൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെയൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് പനീർ എടുത്തിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നിനും അരിയാനുള്ളത് പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളത് അങ്ങോട്ട് അരയ്ക്കാം. നമുക്കൊന്നും വിട്ടു പോവില്ല. അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടെ കൺഫ്യൂഷൻ ആകുമ്പോഴേ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വിട്ടുപോകും. ബട്ടർ ചിക്കനുള്ള ചിക്കൻ വറുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും പ്ലേറ്റിൽ ഞാൻ തയ്യാറാക്കി വെക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളൊന്നും മറന്നു പോവില്ല കേട്ടോ ആഡ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എനിക്കും പറ്റാറുണ്ട് ആഡ് ചെയ്യാനുള്ളതൊക്കെ മറന്നു. പിന്നെ ബട്ടർ ചിക്കനുള്ളത് അരച്ച് വെച്ചു. ഉണ്ടാക്കൽ കുറച്ച് വൈകിട്ടാണ്. എന്ന് വെച്ചാൽ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫ്രഷ്നെസ് പോകും. പിന്നെ മെയിൻ താരം എന്ന് പറയുന്നത് തവണ പാസ്ത സാലഡാണ് കേട്ടോ. അത് അടിപൊളിയായിരുന്നു. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ പാസ്ത സാലഡിനുള്ളതൊക്കെ ഒരു സൈഡിൽ അരിയുന്നുണ്ട്. അപ്പോൾ പാസ്ത വേവിക്കാൻ വെച്ചു. പിന്നെ ചോറായിട്ട് നെയ്ച്ചോറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ബിരിയാണി റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലൊരു റൈസാണ് കേട്ടോ തവണ ട്രൈ ചെയ്തത്. പിന്നെ അത് ബട്ടർ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ അതുപോലെ തന്നെ തലേദിവസം വേവിച്ച് വെച്ച് ബീഫ് റോസ്റ്റ് ചെയ്തു. ബീഫ് ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അതിന് ശേഷം ഞാൻ വീടൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടി എല്ലാം ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടു. നമ്മൾ ആരെങ്കിലും വരുമ്പോഴാണല്ലോ നമ്മുടെ വീടിൻ്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റുക. അപ്പോൾ ഇത്തവണ ഞാനും അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തി. പിന്നെ നമ്മുടെ ഇൻഡോർ മറ്റേ ചെടികളൊക്കെ പുറത്ത് വെയിൽ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേശ്ശായിട്ട് മഴ വരാൻ തുടങ്ങിയല്ലോ ഉള്ളിലേക്ക് കയറ്റി. പിന്നെ വിൻഡോൻ്റെ അവിടെയും കുറച്ച് ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. അപ്പോൾ എല്ലാം കുറേശ്ശായിട്ട് മഴ വരുന്നതിന് മുമ്പ് അതും ഇടയിൽ ഒക്കെ ഉള്ളിലേക്ക് എടുത്ത് വെക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഇനി ഇലകളൊക്കെ കേട്ട് വരും. അപ്പോൾ ആ ദിവാനും ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കുഷ്യനൊക്കെ വെച്ചുവിട്ട കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കറികളൊക്കെ അവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ചെയ്തു. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഒരു ലഞ്ചിനായതുകൊണ്ട് തന്നെ 12 മണി ഇപ്പോഴേക്കും ഞാൻ വെൽക്കം ഡ്രിങ്കിനുള്ള ഗ്ലാസ്സൊക്കെ കഴുകി തുടച്ച് വെച്ചു. അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ വെച്ചു. പിന്നെ നമുക്ക് അങ്ങനെ ധൃതി ഉണ്ടാവില്ല ഭക്ഷണം വിളമ്പണ സമയത്തെ. കുറച്ചധികം വിഭവങ്ങളൊക്കെ ആകുമ്പോൾ നമുക്കങ്ങനെ ധൃതി പിടിക്കാതെ ചെയ്യാം. അതിൻ്റെ ഇടയിൽ ഞാൻ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചിരുന്നു. ഇനി ഇതിലേക്കുള്ള പാസ്തയിലേക്കുള്ള മയോനൈസും അതുപോലെ തന്നെ അതിൽ കുറച്ച് ഹെർബ്സ് ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വിനീഗർ ഞാൻ വേറെ ചേർത്തില്ല. ഈ ഒലിവിൽ ഉണ്ടായിരുന്ന വിനീഗർ 2 ടീസ്പൂൺ അതിലൊഴിച്ച് മിക്സ് ചെയ്യാണ് ചെയ്തത് കേട്ടോ. വേറെ വിനീഗറൊന്നും ചേർത്തില്ല. പിന്നെ അതിലേക്ക് ചേർത്തിരിക്കുന്ന പാസ്ത പല കളറുള്ള പാസ്തയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുന്നത്. പിന്നെ അതിലേക്കുള്ള നമ്മുടെ ഈ മൈനൈസിൻ്റെ കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരു 3 കളർ ക്യാപ്സിക്കം, പിന്നെ ഒലിവ്, കുക്കുംബർ, പിന്നെ കുറച്ച് തക്കാളി, ആപ്പിൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന്. അങ്ങനെ എല്ലാം കൂടിയിട്ട് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ സെലറി ഇട്ടിട്ടുണ്ടായിരുന്നു ലീഫായിട്ട് ഇട്ടത്. പിന്നെ ചെറിയൊരു ഗാർലിക് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായി. കുറച്ച് ഷുഗർ, കുറച്ച് സോൾട്ട്, അങ്ങനെ അതെല്ലാം കൂടെ റെഡി ആയതുകൊണ്ട് നമ്മുടെ സ്റ്റാർട്ടർ ഇവിടെ റെഡി ആവുന്നുണ്ട്. ഇതൊക്കെ ലാസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ തണുത്ത് പോകും. സ്റ്റാർട്ടറൊക്കെ ഏറ്റവും ലാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റേ പോവും പനീറിൻ്റെ. പിന്നെ ബീഫും എല്ലാം ഒന്ന് ചൂടാക്കാൻ വെച്ചു. അതിന് ശേഷം നമുക്കൊരു 1:30 ലഞ്ച് കഴിക്കുകയാണെങ്കിൽ 1 മണി കഴിയുമ്പോഴേക്കും നമുക്ക് ടേബിളൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. എല്ലാം ചൂടാക്കി മാറ്റി. അതിൻ്റെ ഇടയിൽ ഒരു അബദ്ധം പറ്റി. അരി വാങ്ങിയത് മാറിപ്പോയി. ജീരകശാലിയായിരുന്നു. അപ്പോൾ അത് ഇട്ടപ്പോൾ നല്ലോണം കുഴഞ്ഞു പോയി. ആദ്യം അരിയിട്ട് ഉണ്ടാക്കേണ്ടി വന്നു കേട്ടോ. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ അരമണിക്കൂറിൽ അതൊക്കെ ഉണ്ടാക്കിയെടുത്തു. പിന്നെ അത് നമ്മുടെ പനീർ ടിക്ക റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പാസ്ത സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പൊറോട്ട മേടിച്ചു കേട്ടോ. കേരള പൊറോട്ട. ബീഫിൻ്റെ കൂടെ പൊറോട്ട, നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഞാൻ ചിക്കൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതായിരുന്നു കോമ്പിനേഷൻ. പിന്നെ പാസ്ത സാലഡും പനീരും സ്റ്റാർട്ടറായിട്ട് ഉപയോഗിച്ചിരുന്നു. ബട്ടർ ചിക്കൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ബീഫൊക്കെ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ കുറച്ച് പൊട്ടറ്റോ ഫിംഗർ ഫ്രൈ ഒക്കെ ഇട്ട് ഫ്രൈ ചെയ്തിട്ടു. പിന്നെ ഇതാ നമ്മുടെ ബട്ടർ ചിക്കൻ്റെ മുകളിൽ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്തു. ഇതിപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ ഗസ്റ്റ് വരുമ്പോൾ. പിന്നെ എല്ലാം ഡൈനിങ് ടേബിളിൽ നന്നായിട്ട് എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ തന്നെ ഞാൻ നന്നായിട്ട് സെറ്റ് ചെയ്തിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വീഡിയോ വീണ്ടും ഞാൻ എടുത്തുകൊണ്ടേയിരുന്നു കേട്ടോ. എന്തോ ലൈറ്റിൻ്റെ കുറച്ചൊരിത് ക്യാമറ ചൂടിൽ വെച്ചിട്ട് എന്തോ ഗ്യാസിൻ്റെ അവിടെ ക്യാമറയിൽ ഇത് വീണിട്ട് ആവി വീണിട്ടായിരുന്നു തോന്നുന്നു. വിചാരിച്ച കളർ കിട്ടിയില്ല. പിന്നെ അതുപോലെ തന്നെ എല്ലാ പ്ലേറ്റിൻ്റെ അവിടെയും ഗ്ലാസ്സുകളൊക്കെ നമുക്ക് മുമ്പേ ചെയ്ത് വയ്ക്കാം.
പിന്നെ ആ ചൂടിൽ തന്നെ അടച്ച് വെക്കരുത് കേട്ടോ. അത് അടച്ച് വെച്ചാൽ ആവി അതിലേക്ക് വീണാൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, വെള്ളമൊക്കെ അതിലേക്ക് വീഴും, ചിക്കൻ്റെയൊക്കെ ക്രിസ്പിനെസ്സൊക്കെ പോവും. ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഞാൻ തുറന്നിട്ടാണ് എല്ലാം വെച്ചിരുന്നത്. ചൂടാറിയത് മാത്രമേ അടച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്നും ചൂടാറാത്ത തന്നെ അടച്ച് വെച്ചിട്ടില്ല. അതിൻ്റെ ആവി വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെയൊക്കെ വിഭവങ്ങൾ വീട്ടിലുണ്ടാക്കി കൊടുത്ത് ഗസ്റ്റൊക്കെ വരുമ്പോൾ 2 ദിവസം മുമ്പ് അറിഞ്ഞാലാണ് കേട്ടോ ഇത്രയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒന്നും ഇത്രയൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പോൾ 2 ദിവസത്തെ ഷോപ്പിംഗ് ആയിരുന്നു ഇത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും വിഭവങ്ങളാണ് നമ്മൾ ഈ പാർട്ടിക്ക് വേണ്ടി കുട്ടികൾക്കായിട്ട് ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അവർ കഴിക്കുകയും ചെയ്തു നല്ലോണം. അവർ കഴിക്കുന്നതാണല്ലോ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ മുമ്പേ തന്നെ അറിഞ്ഞതുകൊണ്ട് തന്നെ ഒന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട, പൊറോട്ട ബീഫിന് കോമ്പിനേഷനായിട്ട് മാത്രം വാങ്ങിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടായിട്ടുള്ള പൊറോട്ട ആ സമയത്ത് വാങ്ങി കൊണ്ടുവന്നു. അപ്പോൾ പിന്നെയും ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്, മുമ്പേയൊക്കെ ഗസ്റ്റ് വരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ സ്വീറ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ലുലുന്ന് മറ്റേ ഐസ്ക്രീമും അതുപോലെ തന്നെ ബ്രൗണിയും വാങ്ങി